ഹായ് മക്കൾസ്, നിങ്ങളുടെ ബേസിക് സയൻസിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററായ വാട്ടർ ആൻഡ് ലൈഫ് അല്ലെങ്കിൽ ജലം നിത്യജീവിതത്തിൽ എന്ന ചാപ്റ്ററിൽ മക്കളെ ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം പഠിക്കാതെ ഒരിക്കലും എക്സാം എഴുതാൻ പോകരുത്. നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും, നിങ്ങൾ ഖേദിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്കറിയാം രസമുള്ള ചാപ്റ്ററാണ്. വെള്ളത്തിനെ കുറിച്ചല്ലേ പഠിക്കുന്നത്. നമുക്കറിയാം നമ്മൾ വെള്ളം കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കുടിക്കാനും കുളിക്കാനും ഈ സംഗതികൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം നമുക്ക് പ്രധാനമായിട്ടും എവിടെ നിന്നാണ് കിട്ടുന്നത്? റിവറിൽ നിന്നാണ് കിട്ടുന്നത്. അതാ ഒഴുകുന്ന ഈ റിവർ, പുഴയിൽ നിന്നാണ് കിട്ടുന്നത്. എന്നാൽ ഈ വെള്ളം നേരെ നമുക്ക് എടുക്കാൻ പറ്റൂല. കാരണം എന്താ? അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കുറേ കച്ചറകളും കുറേ വേസ്റ്റുകളും കുറേ കീടാണുക്കളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ വൃത്തിയാക്കുന്ന ആ സ്റ്റേജസ്, ആ ഘട്ടങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. എന്താണ്? പ്യൂരിഫിക്കേഷൻ സ്റ്റേജ് ഓഫ് റിവർ വാട്ടർ അല്ലെങ്കിൽ എന്താണ്? പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ. ശ്രദ്ധിച്ചു നോക്കട്ടെ, ഈ പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒന്നാമത്തെ ഭാഗം എന്താ? പുഴവെള്ളത്തിൽ നിന്ന് വെള്ളത്തിന് എടുത്തിട്ട് എന്താണ്? വലിയ കച്ചറകളില്ലേ, അത് ഒഴിവാക്കുന്ന ഫസ്റ്റത്തെ ഘട്ടം ഫിൽറ്റർ ഔട്ട് ലാർജ് ഡെബ്രീസ്. വലിയ കച്ചറകൾ, വലിയ മാലിന്യങ്ങളെ ഒഴിവാക്കുന്ന. അങ്ങനെ തന്നെ ആലോചിച്ച് നോക്കുക. വലിയ മാലിന്യങ്ങളെ ഒഴിവാക്കുന്ന സ്റ്റേജ് ആണ് ഫസ്റ്റത്തെ സ്റ്റേജ്. അത് നിങ്ങൾ മറന്നുപോലല്ലോ. ഒന്ന് ഇവിടെ മാർക്ക് ചെയ്തുള്ള സാധനം. റെഡി? ഓക്കെ. ഫിൽറ്ററേഷൻ അല്ലെങ്കിൽ അരിച്ചു കളയുക, അങ്ങനെ ആലോചിച്ച് മതി. എന്താണ് ഫിൽറ്ററേഷൻ എന്ന് ആലോചിച്ച് വെക്കുക. റെഡി? ഓക്കെ. രണ്ടാമത്തെ എന്താ? ആ വലിയ കച്ചറകൾ ഒഴിവാക്കി ഇനിയുള്ള വെള്ളം, അതിൽ കുറേ പൊടികൾ ഉണ്ടാവും. നമുക്ക് ആ കച്ചറകൾ അരിച്ചു കളയാൻ പറ്റാത്ത ഏരിയ അല്ലേ? ഇന്നെന്താ? അപ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കുറച്ച് നേരം ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. വെള്ളം കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെക്കും. എന്തിനാ? സെറ്റിൽ ചെയ്യാൻ വേണ്ടി. ഇനി ബാക്കിയുള്ള കച്ചറകൾ അരിച്ചു പോവാത്ത ഭാഗത്തുള്ള ആ പൊടിപടലങ്ങൾ സെറ്റിൽ ചെയ്യാൻ, അടിഞ്ഞുകൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു. എപ്പോഴും ഞാൻ അത് പറയുമ്പോൾ തെറ്റുണ്ട്. ഇപ്പം എങ്ങനെ ശരിയായെന്ന് എനിക്കറിയില്ല. ഓക്കെ. അപ്പം ആദ്യത്തെ എന്തായിരുന്നു? അരിച്ചു കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലേ? അരിച്ചു കളയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. രണ്ടാമത്തെ മാലിന്യങ്ങളെ അടിഞ്ഞുകൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വലിയ കച്ചറകൾ പോയാൽ പിന്നെന്താണ് ഉള്ളത്? ഇങ്ങനെ വെക്കുമ്പോൾ താഴെ അടിഞ്ഞുകൂടും. താഴെ കുറേ നേരം കഴിയുമ്പോൾ ബാക്കി മണ്ണുകൾ ഇങ്ങനെ അടിഞ്ഞുകൂടും. അപ്പോൾ അടിയാൻ വേണ്ടി അടിയാൻ അനുവദിക്കുക. ആ സംഗതി നിങ്ങൾ ആലോചിച്ച് വെക്കുക. അല്ലെങ്കിൽ എന്താ? എലോ വേസ്റ്റ് ടു സെറ്റിൽമെന്റ്. ഈ വാക്ക് ആലോചിച്ച് വെക്കുക. സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോർ ചെയ്ത് സെറ്റിൽ ചെയ്യാൻ വെക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞു. ഇനി മുകളിലുള്ള ബാക്കിയുള്ള മണ്ണ് താഴെ നിൽക്കുമ്പോൾ അടിഞ്ഞു കൂടുമ്പോൾ മുകളിലുള്ള വെള്ളം കുറച്ചൊരു വൃത്തി ഉണ്ടാവും. എന്നാൽ ആ വെള്ളത്തിലും എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടാവുക? ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മൾട്ടി ലെയേർഡ് സീവിലൂടെ അത് കടത്തിവിടും. മൾട്ടി ലെയേർഡ് സീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതിൽ കുറച്ച് മണ്ണ്, കുറച്ച് സാൻഡ്, കുറച്ച് കല്ല്, ഇതിലൂടെ കടത്തി വിടുമ്പോൾ വെള്ളത്തിൻ്റെ ടേസ്റ്റൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അത് ഒന്നുകൂടി വൃത്തിയാക്കുക. അപ്പോൾ ഒന്നുകൂടി വൃത്തിയാക്കാൻ വേണ്ടി മൾട്ടി ലെയേർഡ് മൂന്നാമത്തെ മൾട്ടി ലെയേർഡ് സീവിലൂടെ നിങ്ങൾ ഇത് കടത്തി വിടണം മക്കൾസ്. മൾട്ടി ലെയേർഡ് സീവ് അല്ലെങ്കിൽ വേറൊരു അരിപ്പൻ്റെ കാര്യം പറയുന്നത്. പല തട്ടുകളുള്ള അരിപ്പ പറയുമ്പോൾ ചായൻ്റെ അരിപ്പാലേക്കല്ലേ? ഞാനിപ്പോൾ പറഞ്ഞ ആ തട്ടുകളാണ് മണ്ണ്, കല്ല്, മണൽ. ഇതുള്ള അരിപ്പയിലൂടെയാണ് നമ്മൾ ആ കെട്ടി വെച്ചിട്ടുള്ള വെള്ളം, മുകളിലുള്ള വെള്ളം ഒന്നുകൂടി വൃത്തിയാക്കാൻ വേണ്ടി ഇതിലൂടെ കടത്തിവിടും. മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. റെഡി? എന്താണ്? കുറേ തട്ടുകളുള്ള അരിപ്പകൾ ഉള്ളത് ആലോചിച്ച് വെക്കുക. ഓക്കെ. മൾട്ടി ലെയേർഡ്. നാലാമത്തെ ഇനി അരിപ്പയിലൂടെ പോയി കുറച്ച് ടേസ്റ്റൊക്കെ നന്നാക്കിയാലും കാണാനും വൃത്തിയുണ്ട്, നല്ല മൊഞ്ചുണ്ട്, നല്ല മണുണ്ട്. പക്ഷേ അതത്ര വൃത്തി ഉണ്ടാവില്ല. കുറച്ച് കീടാണുക്കൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ആ കീടാണുക്കൾ ഒഴിവാക്കാൻ വേണ്ടി നാലാമത്തെ സ്റ്റെപ്പ്. ആ പിക്ചർ ആലോചിച്ച് വെക്കോട്ടോ. ഈ പിക്ചർ ചിലപ്പോൾ പിക്ചർ തന്നിട്ട് നിങ്ങളോട് 5 എന്ന് മാർക്ക് ചെയ്തത് എന്ത് ഘട്ടമാണെന്ന് ചോദിക്കും. 5 എന്ന് മാർക്ക് ചെയ്തത് വിച്ച് സ്റ്റേജ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്ന് ചോദിക്കും. 5 എത്തിയിട്ടില്ല, അപ്പം 4 എത്തി. അപ്പം 4 എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 4 എന്ന് മാർക്ക് ചെയ്ത് ചിലപ്പോൾ നമ്പർ മാറ്റിക്കോ ചോദിക്കും. ഈ പെട്ടി പോലെയുള്ള സാധനം, ഈ സാധനം കാണുമ്പോൾ 4. ഇതെന്താ? ഡിസിൻഫെക്റ്റ് അല്ലെങ്കിൽ കീടാണുക്കളെ ഒഴിവാക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന സ്റ്റേജ് ആലോചിച്ച് നോക്കുക. ഡിസിൻഫെക്ഷൻ അല്ലെങ്കിൽ രോഗാണുക്കളെ ഒഴിവാക്കുന്ന സ്റ്റേജ്, ആ ഘട്ടം അങ്ങനെ തന്നെ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ നാലാമത്തെ ഡിസിൻഫെക്ഷൻ. ഇത് നിർബന്ധമായിട്ടും ആലോചിച്ച് വെക്കുക. റെഡി? പിക്ചർ ആലോചിച്ച് വെക്കുക. അതിലെ നമ്പറും ആലോചിച്ച് വെക്കുക. ചിലപ്പോൾ ഇവിടെ 1 കൊടുക്കും, ഇവിടെ 2 കൊടുക്കും. നമ്പർ മാറ്റിയാൽ കുഴപ്പമില്ല. പിക്ചറിൽ ഏതാണോ ഈ പിക്ചറിന് ഇനി നമ്പർ 1 ഇട്ട് കൊടുത്താലും നിങ്ങൾ ഇത് കണ്ട എന്താ ആലോചിക്കണ്ടേ? മൾട്ടി ലെയേർഡ് സീവ് അല്ലേ? പല തട്ടുകളുള്ള അരിപ്പുള്ള സ്ഥലം.
ആ വീട് പോലത്തെ സ്ഥലം, അങ്ങനെ ആലോചിച്ച് വെക്കുക. അങ്ങനെ നിർബന്ധമായിട്ട് ആലോചിച്ച് വെക്കുക. പിന്നെന്താ, അപ്പം നമ്മൾ കീടാണുക്കൾ ഒഴിവാക്കി 4ാമത്തെ സ്റ്റേജിൽ ഡിസ്ഇൻഫെക്ഷനിലൂടെ. ഇനി എന്താ, കീടാണുക്കൾ പോയി വൃത്തിയാക്കുന്ന സ്റ്റേജ് കഴിഞ്ഞ് ഇനി എന്താ, സ്റ്റോർ ചെയ്യണം. 5ാമത്തത് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ദാ ഈ ഷേപ്പിലുള്ള ഈ സാധനം ഈ സ്ഥലത്ത് എന്താ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ 5 സ്റ്റോർ ഇൻ ടാങ്ക്. എടാ സ്റ്റോർ ഇൻ ടാങ്ക്. നമ്മൾ വൃത്തിയാക്കിയ വെള്ളം ഇനി എന്താ, സ്റ്റോർ ചെയ്ത് വെക്കുക, ടാങ്കിൽ സംഭരിക്കുക, സംഭരണം ചെയ്ത് വെക്കും. പ്രശ്നമുണ്ടോ? ഈ സാധനം ഈ ഷേപ്പ് ആലോചിച്ച് വെക്കുക. അതാ ഇങ്ങനെ ഞാൻ വരച്ചിട്ട് ശരിയാവുന്നില്ല. ഈ ഷേപ്പുള്ള സാധനം എന്താ, സ്റ്റോറിങ് ആണെന്ന് ആലോചിച്ച് വെക്കുക. ചിലപ്പോൾ നമ്പർ 1, 2, 3 എന്നൊക്കെ അവിടെ വിട്ടു കൊടുക്കും. ഏത് നമ്പറാണോ എന്ത് കുഴപ്പമില്ല, നമ്മൾ പിക്ചർ നോക്കുക, അത് കറക്റ്റായിട്ട് എഴുതുക. പക്ഷെ ഓർഡർ ഇതാട്ടോ, ഓർഡർ ഈ ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. റെഡി? കാരണം ഈ ഓർഡറിലാണ് എന്ത് കാര്യം നടക്കുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി എന്താ അടുത്ത ഘട്ടം എന്താ, നമ്മളിത് എല്ലാ വീട്ടിലേക്കും എത്തിച്ചു കൊടുക്കുക. അപ്പം എന്താ 5ാമത്തെ ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. അപ്പം 6ാമത്തെ സ്റ്റേജ് വീടുകളിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ എന്താണ്, ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ടു ഹൗസസ്. എവിടെ പോയി, വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പം ഈ ഭാഗങ്ങൾ ടാങ്കിൽ നിന്ന് വെള്ളം ഓരോ വീട്ടിലേക്കും കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. പ്രശ്നമുണ്ടോ? 6 സ്റ്റേജ് ഓർഡറിൽ പഠിച്ചു വെച്ചോളാം. ആദ്യം നമ്മൾ വലിയ കച്ചറകൾ ഒഴിവാക്കും, ഫിൽട്രേഷൻ ഓഫ് ലാർജ് ഡെബ്രീസ്. 2ാമത്തെ എന്താ, നമ്മൾ വലിയ സംഗതികൾ ഒഴിവാക്കിയാൽ പിന്നെ കുറച്ച് നേരം അടിയാൻ അനുവദിക്കുക, അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അനുവദിക്കുക. കാരണം ബാക്കിയുള്ള ആ വലിയ കച്ചറകൾ പോകുന്ന സീവിലൂടെ പോകാത്ത ആ പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ എന്താ നമ്മൾ മൾട്ടി ലെയർഡ് സീവിലൂടെ ഇത് കടത്തിവിടുക. മൾട്ടി ലെയർഡ് പല തട്ടുകളിലുള്ള അരിപ്പയിലൂടെ കടത്തിവിടുക. അതിനുശേഷം നമ്മൾ കീടാണുക്കൾ ഒഴിവാക്കും. 4ാമത്തെ സ്റ്റേജ് ഡിസ്ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ രോഗാണുക്കൾ ഒഴിവാക്കുക. രോഗാണുക്കൾ ഒഴിവായ എന്താ, പ്യുവർ വാട്ടറായി. ഇനി പ്യുവർ വാട്ടറിനെ സ്റ്റോർ ചെയ്യുക ടാങ്കിൽ, പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 5ഉം 6ഉം ആയി. സെറ്റല്ലേ? റെഡി അല്ലേ? 6 എണ്ണം നിർബന്ധമായി പഠിക്കുക, പിക്ചർ പഠിക്കുക, ഓരോന്നും എന്താ നോക്കുക. നിങ്ങൾ മാർക്ക് ഉറപ്പായിട്ടും കിട്ടും മക്കൾസ്. നിങ്ങൾ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിർബന്ധമായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. എക്സാം ഉഷാറാക്കുക. നമ്മളെ ലൈവ് കയറുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യടാ. പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും ഇവിടെ ഉണ്ടാവും. പോരാത്തതിന് നമ്മളെ കമ്മ്യൂണിറ്റി കൂടിയാൽ നിങ്ങൾക്ക് നമ്മളെ നോട്ട്സും കിട്ടും. എടാ കമ്മ്യൂണിറ്റി, ജോയിനർ കമ്മ്യൂണിറ്റി പറഞ്ഞാൽ ഒന്നുമില്ല. നിങ്ങൾ കമൻറ്റ് ബോക്സ് തുറക്കുമ്പോൾ എന്താ ഫോർ നോട്ട്സ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ടാവും അല്ലേ, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്ത് നമുക്ക് നമ്മളെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഗൈസ്, ജോയിൻ, സബ്സ്ക്രൈബ്. ഓൾ ദ ബെസ്റ്റ്.